ത്തിലേക്ക് വിരുന്ന് വന്നയാളായിരുന്നു. വളരെ ദാരുണമായ ഒരു സംഭവം എന്ന് തന്നെ വിശേഷിപ്പിക്കാം. അവരുടെ ഭാര്യയും അവരും കൂടി വിരുന്ന് വന്ന സ്ഥലമാണ് കാപ്പാട്ട് എന്ന് പറയുന്ന സ്ഥലത്തിലേക്ക്. അപ്പോഴാണ് ഈ ഒരു അതായത് അവർ സംഭവം സ്ഥിരമായി ഉണ്ടായിട്ട്. അവിടെ താമസിക്കുന്ന ആളുകളല്ല അല്ലേ? അല്ല, സ്ഥിരമായല്ല. ഇവർ അച്ഛൻ്റെ വീട്ടിലേക്ക് ഇപ്പൊ ഇവിടെയാണ് താമസിക്കുന്നത്. വീട്ടിലേക്ക് വിരുന്ന് വന്നതാണ്. ഇപ്പൊ ഈ മനുവിന്റെ ഭാര്യയെ കാണുന്നില്ല എന്നൊരു വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. അതറിഞ്ഞിരുന്നോ? അതെ, അറിഞ്ഞിരുന്നു. പക്ഷേ ഇവിടെ ഇപ്പോഴും അവരെത്തിയിട്ടില്ല. അവരുടെ മുറുക്കാമ്പൊതിയും അവർ വാങ്ങിച്ച സ്നാക്സും ഒക്കെ ഇവിടെ കിടപ്പുണ്ട്. ഒരു ഷോളും അടക്കം ഇവിടെ ഉണ്ട്. പക്ഷെ അവരെത്തിയിട്ടില്ല ഇതുവരെ. ഇതിനു മുമ്പും ഇത്തരം സംഭവങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ടോ സിന്ധു? നോൽപ്പുഴ ഗ്രാമപഞ്ചായത്തിൽ ഉണ്ടായിട്ടുണ്ട് വന്യജീവി ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ആളുകൾ. ഇപ്പോൾ ഈ ഒരു 6-7 മാസം മുന്നേ രാജു എന്ന് പറഞ്ഞ സഹോദരൻ മരണപ്പെടുകയുണ്ടായി. അതുകൂടാതെ ഈ കോളനിയിൽ തന്നെ, ഈ ഉന്നതിയിൽ തന്നെ പാലൻ എന്ന് പറഞ്ഞ ആളെ കാട്ടാന ആക്രമിച്ചതാണ്. നടക്കാൻ കഴിയാതെ ഇപ്പോൾ വീട്ടിലിരിക്കുകയാണ്. അല്ല, നമ്മൾ ഈ പറയുന്നത് പോലെ പറഞ്ഞോളൂ. ഇപ്പോൾ ഇവിടെ കാപ്പാട് എന്ന് പറഞ്ഞ സ്ഥലം റീലൊക്കേറ്റഡുമായി ബന്ധപ്പെട്ട് ജനറൽ ആളുകളൊക്കെ പോയി കഴിഞ്ഞപ്പോഴാണ് ഇത്രയും രൂക്ഷമായ കാട്ടാന വന്യമൃഗശല്യം ഉണ്ടായത്. അപ്പോൾ ഇവരെ ഈ ഉന്നതിയിലുള്ള ആളുകൾക്ക് അവരെ പാർപ്പിച്ചിട്ടില്ല. അവർക്ക് ഉള്ള സൗകര്യം ഒരുക്കിയിട്ടില്ല ഡിപ്പാർട്ട്മെന്റ്, വനം വകുപ്പ് ഡിപ്പാർട്ട്മെന്റ്. അപ്പോൾ അതും ഒരുക്കേണ്ട ഒരു കാര്യങ്ങളാണ്. സസ്യമാർ ഒരു റീബിൽഡ് കേരളയുമായി ബന്ധപ്പെട്ടുള്ള നിങ്ങൾ ഇത്തരത്തിലുള്ള ആവശ്യം ഈ അധികൃതരെ അറിയിച്ചിട്ടില്ലേ? നമ്മൾ ഒരുപാട് അറിയിച്ചതാണ്. എന്താണ് അധികൃതരുടെ ഭാഗത്തു നിന്നുള്ളൊരു മറുപടി എന്താണ്? ഇത് ഈ റീലൊക്കേറ്റഡുമായി ബന്ധപ്പെട്ട് പോകുന്നവർക്ക് പോകാം, അല്ലാത്തവർക്ക് നമുക്ക് ഇവിടെ ഇപ്പോൾ ഈ ഉന്നതിയിലുള്ള ആളുകൾക്ക് ഭൂമി ഇല്ലാത്തത് കൊണ്ട് അവർക്ക് പുറത്ത് പോകാൻ വേണ്ടി കഴിയില്ല. അത് ജനറൽ ആളുകൾക്കുള്ള പദ്ധതികൾ മാത്രമാണ്. പക്ഷെ ഇവർക്ക് അതുമായി ബന്ധപ്പെട്ടിട്ട് പറ്റില്ല. അങ്ങനെ പോകുന്നവർക്ക് പോകാമെന്ന് പറയുന്നത് ശാശ്വതമായ ഒരു പരിഹാരമല്ലോ. കാരണം എല്ലാവർക്കും അങ്ങനെ പോകാനുള്ളൊരു സാഹചര്യം ഉണ്ടാവണമെന്നില്ല. അപ്പൊ അതിനെതിരെ ഞങ്ങൾ ഒരുപാട് സമരം എടുത്ത് എല്ലാ ഡിപ്പാർട്ട്മെന്റും എല്ലാവർക്കും അറിയിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ തൊട്ട് പ്രദേശമായ മുക്കത്തിക്കുന്ന് പ്രദേശത്ത് ഇത്തരത്തിലൊരു പദ്ധതി വന്നപ്പോൾ അവിടെയുള്ള ആളുകളൊക്കെ തന്നെ നല്ല രീതിയിൽ ഇടപെട്ട് സമരമടക്കം അതിപ്പോ നിർത്തി വെച്ചിരിക്കുകയാണ്. ഈ ഒരു അനുഭവം അവിടെ ഉണ്ടാകണ്ട എന്നോർത്തുകൊണ്ട് തന്നെയാണ് അവിടെ അത്തരത്തിൽ ചെയ്തിട്ടുള്ളത്. എത്ര കുടുംബങ്ങളുണ്ട് ശ്രീമതി സിന്ധു ഇത്തരത്തിൽ അവിടെ? ഇവിടെ 3 വീടുകളാണുള്ളത്. ഇവിടെ കുടുംബങ്ങൾ 5ഓളം കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട്. 3 വീടേ ഉള്ളൂ, പക്ഷെ 5ഓളം കുടുംബങ്ങൾ ഇവിടെ താമസിക്കുന്നുണ്ട്. സ്ഥിരമായി ഇങ്ങനെ വന്യജീവികൾ ഇറങ്ങുന്നതും ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ ഉണ്ടാകുന്നതുമായ സ്ഥലമാണല്ലേ? അതെ അതെ അതെ. ഇവരെ എത്രയും പെട്ടെന്ന് ഇവരെയും കൂടെ പുറത്ത് കൊണ്ടുപോയി നല്ല സ്ഥലത്ത് പുനരധിവസിക്കണമെന്നാണ് നമുക്ക് പറയാനുള്ളത്. ഈ ആവശ്യം ഉന്നയിക്കുമ്പോൾ ഈ അധികൃതരെ അവർ പറയുന്ന തടസ്സം എന്താണ് ഇതിന്? തടസ്സം എന്ന് പറയുന്നത് റീബിൽഡ് കേരള ഈ ഭൂമിയുള്ളവർക്ക് പുറത്തു പോകാം, ഭൂമി കൊടുത്തിട്ട് പണം വാങ്ങിക്കാനുള്ള ഒരു പദ്ധതിയാണ് KDP പദ്ധതി. അതിൽ നമ്മുടെ ഉന്നതിയിലുള്ള ആളുകൾക്ക് അങ്ങനെ പുറത്തു പോകാൻ വേണ്ടി കഴിയില്ല. അവർക്ക് ഈ വീട് മാത്രമേ ഉള്ളൂ. അല്ല, അപ്പോൾ അവരെ മാറ്റി പാർപ്പിക്കണമെങ്കിൽ എന്താണ് തടസ്സം എന്താണ് പറയുന്നത്? വ്യക്തമായില്ല. അതുകൊണ്ട് പറയുന്നത് ഇവർക്ക് ഭൂമി ഇല്ലല്ലോ. ഓൾറെഡി ഇത് ഫോറസ്റ്റുകാർക്ക് ഭൂമി കൊടുത്ത് വാങ്ങുന്ന ഒരു പദ്ധതിയാണ് ഇവിടെ നടപ്പിലാക്കിയിട്ടുള്ളത്. ആ പദ്ധതിയിൽ ഇവർക്ക് പോകാൻ വേണ്ടി കഴിയില്ല. ഇവർക്ക് ഭൂമി ഇല്ലല്ലോ. ശരി. അതുകൊണ്ട് തന്നെ ഈ ഉന്നതിയിലുള്ള ആളുകൾക്ക് പോകാൻ വേണ്ടി കഴിയില്ല. അപ്പൊ ഇതിന് എത്തരത്തിലൊരു പരിഹാരം ഉണ്ടാവുമെന്നാണ് നിങ്ങൾ കരുതുന്നത്? കാരണം ഇപ്പൊ ഭൂമി ഇല്ലാത്തതുകൊണ്ട് അവരെ അവിടെ മാറ്റി താമസിപ്പിക്കാൻ സാധിക്കില്ല എന്നുള്ളത് ഞങ്ങൾ പറയുന്നത്. അത്തരത്തിലുള്ളൊരു ഇത് തിരുത്തിക്കൊണ്ട് അവരെയും കൂടി പുറത്ത് താമസിപ്പിക്കണം എന്നുള്ളൊരു പദ്ധതി വരണം. അതിലേക്ക് അധികൃതർ എത്തുന്നുമില്ല. നിങ്ങൾ ആ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യത്തിലേക്ക്. അതെ 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 അതെ. എന്തായാലും വളരെ നന്ദി ശ്രീമതി സിന്ധു ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. എന്തായാലും അതീവ ദാരുണമായ സംഭവം എന്ന് പറയാതിരിക്കാൻ വയ്യ. അപ്പോൾ നമുക്കറിയാവുന്നതുപോലെ സംസ്ഥാനത്ത് പലയിടങ്ങളിലും ഇത്തരത്തിൽ ഈ വന്യജീവി ആക്രമണങ്ങൾ, പ്രത്യേകിച്ച് കാട്ടാനയുടെ ആക്രമണങ്ങൾ അത് സ്ഥിരമാവുകയാണ്. ഈ ആക്രമണത്തിൽ ആളുകൾ കൊല്ലപ്പെടുന്ന സംഭവമൊക്കെ നിത്യസംഭവമായി മാറുകയാണ് എന്നുള്ളതാണ് അതീവ ദുഃഖകരമായ കാര്യമെന്നുള്ളത്. ഇപ്പോൾ ഇന്നലെ നമുക്കറിയാവുന്നതുപോലെ ഇടുക്കിയിലും ഇത്തരത്തിൽ സമാനമായ ഒരു സംഭവം ഉണ്ടായിരുന്നു. ഇവിടെ ഇപ്പോൾ ഈ സിന്ധു പറയുന്നതനുസരിച്ചാണെങ്കിൽ ആളുകളെ മാറ്റിപ്പാർപ്പിക്കണമെങ്കിൽ, ഈ 3 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിക്കണമെങ്കിൽ അവർക്ക് ഭൂമി വേണം എന്നുള്ളതാണ്. രതീഷ് തുടരുന്നുണ്ട്.
എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. രതീഷ് കേട്ട് കാണുമെന്ന് ഞാൻ കരുതുന്നു. ഇപ്പോൾ ഈ പ്രശ്നത്തിനൊരു പരിഹാരം എന്നുള്ളതാണല്ലോ, നമ്മൾ നിത്യേന ഇത്തരത്തിലുള്ള സംഭവങ്ങൾ വരുന്നു, ഇതുമായി ബന്ധപ്പെട്ട് ചർച്ച നടക്കുന്നു, ധനസഹായം പ്രഖ്യാപിക്കുന്നു, ഇത് കൊടുക്കുന്നു എന്നതിലുപരി ഇതിന് ശാശ്വതമായൊരു പരിഹാരം എന്നുള്ളതാണല്ലോ. ഇനി ഇങ്ങനത്തെ സംഭവങ്ങൾ ആവർത്തിക്കപ്പെടാതിരിക്കുക, അതിനെന്ത് ചെയ്യാമെന്നുള്ളതാണല്ലോ. അപ്പോൾ ഈ വാർഡ് മെമ്പർ സിന്ധു പറഞ്ഞതനുസരിച്ച് ഞാൻ മനസ്സിലാക്കുന്നത് ഇവരെ മാറ്റിപ്പാർപ്പിക്കാൻ ഭൂമി വേണമെന്നുള്ളതാണ്. അതില്ല എന്നുള്ളതാണ് പ്രതിസന്ധി. അങ്ങനെയാണെങ്കിൽ അതിനൊരു പരിഹാരം കാണേണ്ടതല്ലേ? അതിന് തീർച്ചയായും ഇതൊരു സാങ്കേതിക നൂലാമാലയിൽപ്പെട്ടാണ് ഈ മനുഷ്യർ ഇവിടെ ഈ കാടിനുള്ളിൽ ഇങ്ങനെ ജീവിതം അവസാനിപ്പിക്കേണ്ട ഒരു സാഹചര്യം പോലും ഉണ്ടാവുന്നത്. വനത്തിനകത്ത് ഇവർക്ക് വനാവകാശ നിയമപ്രകാരം അവിടെ വീട് വെച്ച് താമസിക്കാം എന്ന് മാത്രമാണ് വനംവകുപ്പിന്റെ ഒരു അനുമതി ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇവർക്ക് പണ്ട് വനംവകുപ്പിന്റെ അനുമതിയോടെ സർക്കാർ പഞ്ചായത്തൊക്കെ പണിത് നൽകിയ ആ പഴയ വീടുകളിൽ തന്നെയാണ് ഇവർ ഉള്ളത്. ഇവർ ഇപ്പോൾ 3 വീടുകളാണ് ഉള്ളെങ്കിലും 5-ലധികം കുടുംബങ്ങൾ നിലവിൽ ഇവിടെ ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. മാത്രവുമല്ല ഇവർക്ക് ഭൂമിക്ക് രേഖയില്ല. ഈ ഭൂമിക്ക് രേഖയുള്ള ഭൂമി വനംവകുപ്പിന് കൈമാറിയ ശേഷം വനംവകുപ്പ് അതിന് തുല്യമായ പണം നൽകിക്കൊണ്ടാണ് റീബിൽഡ് കേരളയിൽ മറ്റ് ആളുകൾക്ക് പുനരധിവാസ സംവിധാനം ഒരുക്കുന്നത്. പക്ഷേ ആദിവാസികളുടെ വിഭാഗത്തിൽ, ഈ ഗോത്ര വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് രേഖാപരമായി ഇത്തരത്തിൽ ഭൂമി ഇല്ലാത്തത് കൊണ്ട് തന്നെ ഈ പദ്ധതിയിൽ പെടുത്തി ഇവരെ പുനരധിവസിക്കാൻ സാധിക്കില്ല എന്ന സാങ്കേതികത്വമാണ് ഇപ്പോൾ പറയുന്നത്. അത് കൃത്യമായി സാങ്കേതികത്വം മാത്രമാണ്, മനുഷ്യത്വരഹിതമായ ഒരു സാങ്കേതികത്വം മാത്രമാണ്. ഇതിനെതിരെ വലിയ പ്രതിഷേധം ആ പ്രദേശത്തുണ്ടായിരുന്നു. മുക്കുത്തിക്കുന്ന പ്രദേശത്തെ പൊതു ഇടങ്ങളിൽ നിന്നുള്ള പൊതു വിഭാഗത്തിൽപ്പെട്ട ആളുകളെല്ലാം തന്നെ ഈ കാപ്പാട് കോളനിയോട് അനുബന്ധമായ പൊതു ഇടങ്ങളിൽ നിരവധി കുടുംബങ്ങൾ ഉണ്ടായിരുന്നു. അവരെല്ലാം തന്നെ ഈ ഭൂമി സർക്കാരിന് കൈമാറുകയും പണം വാങ്ങി വനത്തിന് പുറത്തേക്ക് പോവുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി. അതോടെ ഈ കാപ്പാട് ഉന്നതി മാത്രം ഒറ്റപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. കൂടുതൽ വനമാവുകയും വന്യമൃഗങ്ങളുടെ ആക്രമണം കൂടുതലാവുകയും ചെയ്തു. ഇപ്പോൾ അവർ ഒറ്റപ്പെട്ട ഒരു സാഹചര്യത്തിലാണ്. ഇത് സാങ്കേതികത്വം പറഞ്ഞുകൊണ്ടാണ് ഈ ഉന്നതിയെ, ഇത്തരത്തിലുള്ള വനത്തിനുള്ള ഉന്നതികളെ പുറത്തേക്ക് കൊണ്ടുവരാൻ സാധിക്കാതെ. പക്ഷേ പട്ടികവർഗ വകുപ്പിന് മുൻകൈ എടുത്താൽ ഇത്തരം കുടുംബങ്ങളെ കണ്ടെത്തി ഇത്തരം ഭൂമി പട്ടികവർഗ വകുപ്പിന്റെ ഫണ്ട് ഉപയോഗിച്ച് വാങ്ങാനുള്ള സാഹചര്യമുണ്ട്. നിലവിൽ നിയമപരമായ സാധ്യതയുമുണ്ട്. പക്ഷെ ആ സാധ്യതകൾ അന്വേഷിക്കാതെ മുന്നോട്ട് പോവുകയാണ് എന്ന ആക്ഷേപമാണ് ഇപ്പോൾ പഞ്ചായത്ത് ഉൾപ്പെടെ പറയുന്നത്, നാട്ടുകാർ ഉൾപ്പെടെ പറയുന്നത്. ഈ അപകട സാധ്യത ഉണ്ടായിരിക്കെ തന്നെ അവരെ അവിടെ തുടരാൻ പ്രേരിപ്പിക്കുന്ന തരത്തിലാണ് ബന്ധപ്പെട്ട ആളുകളുടെ പ്രവർത്തനം. അതിനൊരു മുൻകൈ പ്രവർത്തനവും ജനപ്രതിനിധി ഉൾപ്പെടെ എടുക്കുന്നില്ല എന്ന ആക്ഷേപവും ഉണ്ടായിരുന്നു. കഴിഞ്ഞ മാസങ്ങൾക്ക് മുമ്പ് പ്രദേശത്തെത്തിയ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ ഉൾപ്പെടെ ഈ സർവേക്ക് വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ ഉൾപ്പെടെ നാട്ടുകാർ ഉൾപ്പെടെ തടഞ്ഞു വെക്കുന്ന സാഹചര്യം ഉണ്ടായി. തുടർന്നാണ് ഈ പുനരധിവാസ പദ്ധതിയുമായി ബന്ധപ്പെട്ട സർവേ ഉൾപ്പെടെ നിർത്തിവെക്കുന്ന സാഹചര്യം ഉണ്ടായത്. എന്തായാലും ഈ മരണത്തോടു കൂടി വലിയ പ്രതിഷേധം ശക്തമാകും. കാപ്പാടിലെ ഈ ഉന്നതിയിലെ ഈ മനുഷ്യരെ കാടിന് പുറത്തേക്ക് മാറ്റേണ്ട സാഹചര്യം അടിയന്തരമായി ഉണ്ടായിരിക്കുകയാണ്. അല്ലെങ്കിൽ ഇനിയും ഇത്തരത്തിൽ വന്യമൃഗങ്ങളുടെ നിത്യ സാന്നിധ്യമുള്ള മേഖല എന്ന നിലയിൽ വീണ്ടും അപകടത്തിന് സാധ്യതയുണ്ട്. ഇപ്പോൾ മനുവിന്റെ ഭാര്യയെ സംബന്ധിച്ചുള്ള വിവരം ലഭിച്ചിട്ടില്ല. മാത്രവുമല്ല ഇവിടെ ആന മാത്രമല്ല കടുവ ഉൾപ്പെടെയുള്ള സാന്നിധ്യമുള്ള പ്രദേശമാണ്. എന്താണ് സംഭവിച്ചതെന്ന് സംബന്ധിച്ച് വലിയ ആശങ്കയുണ്ട്. വനംവകുപ്പ് ഉൾപ്പെടെ പരിശോധന നടത്തുന്നുണ്ട് തൊട്ടടുത്ത കാടുകളിലൊക്കെ തന്നെ. ഇത് വനാതിർത്തി കൂടെയാണ്. വനാതിർത്തി തമിഴ്നാട് ബോർഡറായിട്ടുള്ള അതിർത്തിയായ പ്രദേശം കൂടെയാണ്. അതുകൊണ്ട് തന്നെ ഈ മൃഗങ്ങളുടെ സാന്നിധ്യം കൂടുതലുള്ള ഇടമെന്ന നിലയിൽ കൂടി വനംവകുപ്പിന് അത്തരത്തിലുള്ള ആശങ്കയുണ്ട്. നാട്ടുകാരും അതാണ് ഉയർത്തുന്നത്. എന്തായാലും സാങ്കേതികത്വം പറഞ്ഞുകൊണ്ടാണ് ഈ കുടുംബങ്ങളെ ആ കാട്ടിൽ ജീവിക്കാൻ വിടുന്നത്. അത് അവസാനിപ്പിക്കണമെന്ന് തന്നെയാണ് നാട്ടുകാരുടെ ആവശ്യം. ഒന്നില്ലെങ്കിൽ തങ്ങളെ കാടിന് പുറത്തേക്ക് കൊണ്ടുപോവുക, അല്ലെങ്കിൽ തങ്ങളുടെ ജീവന് സുരക്ഷിതത്വം നൽകുമെന്ന ഉറപ്പ് നൽകുക. ഇത് രണ്ടും ആണ് ഇവർ ആവശ്യപ്പെടുന്നത്. എന്തായാലും പ്രായോഗികമായി ഇതിൽ പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കുടുംബങ്ങളെ വനത്തിന് പുറത്തേക്ക് പുനരധിവസിപ്പിക്കുക എന്നത് തന്നെയാണ് ശാശ്വതമായ പരിഹാരം. അവർക്ക് മറ്റ് സംവിധാനങ്ങൾ, ജീവിത സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക എന്ന് തന്നെയാണ് വേണ്ടത്. പക്ഷേ ഇതെല്ലാം അറിഞ്ഞിട്ടും സാങ്കേതികത്വം പറഞ്ഞ്, നൂലാമാലകൾ പറഞ്ഞ് മാത്രമാണ് ഇപ്പോൾ ബന്ധപ്പെട്ട വകുപ്പുകൾ നിൽക്കുന്നത് എന്നതാണ് ഏറെ ഖേദകരം. ഗോത്ര വിഭാഗത്തിൽപ്പെട്ട ഒരു മനുഷ്യനാണ് മരണപ്പെട്ടത് എന്നുകൊണ്ട് തന്നെ വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടാവില്ല എന്ന ഒരു മുൻകൈയും അല്ലെങ്കിൽ അങ്ങനെ ഒരു ധാരണയും ബന്ധപ്പെട്ട വകുപ്പുകൾക്കുണ്ട് എന്നും ചില സാമൂഹ്യ പ്രവർത്തകർ ഉൾപ്പെടെ പറയുന്നുണ്ട്. എന്തായാലും വലിയ പ്രതിഷേധം പ്രദേശത്ത് ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഇത് സംബന്ധിച്ച് പ്രായോഗികമായി ഈ മനുഷ്യരെ, ഈ കുടുംബങ്ങളെ വനത്തിന് പുറത്തേക്ക് പുനരധിവസിപ്പിക്കുക എന്നത് മാത്രമാണ് പ്രായോഗികമായ കാര്യം. മാത്രവുമല്ല മറ്റ് വനഗ്രാമങ്ങളിലും സമാനമായ ഇതേ അവസ്ഥയുണ്ട്. അവിടെയും ഇത്രയും ജാഗ്രതയോട് കൂടിയുള്ള പ്രവർത്തനങ്ങൾ വേണ്ടതുണ്ട്. ആതിര. ശരി, എന്തായാലും ഈ രതീഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്തരത്തിലുള്ള സാങ്കേതികത്വം പറഞ്ഞ് ഇനിയും അവരെ ആ കാട്ടിനുള്ളിൽ ഇടാതെ എന്തെങ്കിലുമൊക്കെ നടപടികൾ സ്വീകരിച്ച് പുറത്തേക്ക് ഇറക്കുക എന്നുള്ളതാണ് ശാശ്വതമായ ഇതിനുള്ള പരിഹാരം
എന്ന് പറയുന്നത്. വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയായിരുന്നു രതീഷ് വാസുദേവ്.